എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കിസ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആരൊക്കെയെന്നാണ്. അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ക്വസ്റ്റ്യൻസും അതിന്റെ ശരിയായ ഉത്തരങ്ങൾ ഏതെന്ന് നോക്കാം. ചോദ്യം 1. ദശാംശത്തിൻ്റെ 10-1 ദശാംശം യഹോവയ്ക്ക് നൽകിയത് ആര്? ഉത്തരം ലേവ്യർ. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 26-ാം വചനം. അടുത്ത ചോദ്യം, മോശ കാദേശിൽ വച്ച് കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ എത്ര പ്രാവശ്യം അടിച്ചപ്പോഴാണ് വളരെ വെള്ളം പുറപ്പെട്ടത്? ഉത്തരം 2 പ്രാവശ്യം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 11-ാം വചനം. അടുത്ത ചോദ്യം, അമോര്യയുടെ ദേശത്തു നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന തോട് ഏത്? ഉത്തരം അർണോൻ തോട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 13-ാം വചനം. അടുത്ത ചോദ്യം, ബിലെയാമിന് വഴിയിൽ പ്രതിയോഗിയായി നിന്നത് ആര്? ഉത്തരം യഹോവയുടെ ദൂതൻ. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 22-ാം വചനം. അടുത്ത ചോദ്യം, യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചും കൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കണ്ടത് ആര്? ഉത്തരം കഴുത. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 23-ാം വചനം. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ആര്? ഉത്തരം ബിലെയാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചവർ ആരെല്ലാം? ഉത്തരം നാദാബും അബീഹുവും. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 61-ാം വചനം. അടുത്ത ചോദ്യം, എൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്ന് യഹോവ വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം നൂൻ്റെ മകനായ യോശുവയെ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം, യഹോവയെങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ എത്ര പേരെ ദഹിപ്പിച്ചു? ഉത്തരം 250 പേരെ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 35-ാം വചനം. അടുത്ത ചോദ്യം, സംഖ്യാപുസ്തകം 29-ഉം 30-ഉം അധ്യായങ്ങളിൽ കൂടി ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 56 വാക്യങ്ങൾ. അപ്പൊ ഇവയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ച 10 ക്വസ്റ്റ്യൻസും അവയുടെ ശരിയായ ഉത്തരങ്ങളും. ഇനി ഇതിൽ ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഈ 38 പേരാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾക്ക് എല്ലാം ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 38 പേരിൽ നിന്ന് ഇനി ആ സമ്മാനം കിട്ടാൻ പോകുന്ന 2 വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്യാം. 38 പേരുടെയും നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വ്യക്തികൾ ആരെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വ്യക്തി നമുക്ക് എടുക്കാം. ആദ്യത്തെ വ്യക്തിയുടെ പേര് ലിസി എഴുമാറ്റൂർ. ലിസി എഴുമാറ്റൂരാണ്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ വ്യക്തിയെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ആതിര എം ആണ്. ആതിര എം ആണ് രണ്ടാമത്തെ വ്യക്തിയുടെ പേര്. അപ്പോൾ ഇപ്പോൾ സെലക്ട് ചെയ്ത 2 പേർക്ക് ഞങ്ങൾ ഈ ആഴ്ചയിൽ തന്നെ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നും സമ്മാനം കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ ആഴ്ചയിലും 2 ദിവസം കിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. എല്ലാ ബുധനും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും. അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ 10 മണിക്കും ഞായറാഴ്ച ദിവസം രാവിലെ 12 മണിക്കായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആകെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾ തരുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് നിങ്ങൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അടുത്ത് ചോദിക്കാൻ പോകുന്ന പോർഷൻ ഏതെന്ന് പറയാം. സംഖ്യാപുസ്തകം 36 മുതൽ ആവർത്തന പുസ്തകം 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം 36 മുതൽ ആവർത്തന പുസ്തകം 10 വരെയുള്ള അധ്യായങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സംഖ്യാപുസ്തകം 36 to ആവർത്തന പുസ്തകം 10 വരെയുള്ള അധ്യായങ്ങൾ. അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ കിസ് കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങളുടെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.